കൂട്ടുകാരെ, എല്ലാവർക്കും PSC മന്ത്രത്തിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ് നോക്കേണ്ടത്. ചാപ്റ്റർ 12 തരംതിരിക്കുന്നതെന്തിനെ? സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങൾ. ആൻസർ ടാക്സോണമിക് കീകൾ. സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകൾ. ആൻസർ ഡൈക്കോട്ടമസ്. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളാണ് ഡൈക്കോട്ടമസ്. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേരുകൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖ. ആൻസർ വർഗീകരണ ശാസ്ത്രം. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേരുകൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. ആൻസർ കോൾ ലിനേയസ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് കോൾ ലിനേയസ്. ആയുർവേദത്തിന്റെ പിതാവ്. ആൻസർ ചരകൻ. ആയുർവേദത്തിന്റെ പിതാവ് ചരകൻ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. ആൻസർ ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആൻസർ ജോൺ റേ. സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ആൻസർ തിയോഫ്രാസ്റ്റസ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതാര്? ആൻസർ കോൾ ലിനേയസ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കോൾ ലിനേയസ്. ഹിസ്റ്റോറിക്ക ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം രചിച്ച വ്യക്തി. ആൻസർ ജോൺ റേ. ഹിസ്റ്റോറിക്ക ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം രചിച്ച വ്യക്തി ജോൺ റേ. ജീവശാസ്ത്രത്തിന്റെ പിതാവ്. ആൻസർ അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ തിയോഫ്രാസ്റ്റസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഫ്രാസ്റ്റസ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് അരിസ്റ്റോട്ടിൽ. വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലം. ആൻസർ കിങ്ഡം. വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം. ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണം. ആൻസർ സ്പീഷീസ്. ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. വർഗീകരണത്തിലെ അടിസ്ഥാന ഘടകം. ആൻസർ സ്പീഷീസ്. വർഗീകരണത്തിലെ അടിസ്ഥാന ഘടകമാണ് സ്പീഷീസ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടം. ആൻസർ ജീനസ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ജീവികളെ 5 ഖണ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ റോബർട്ട് എച്ച് വിറ്റാക്കർ. ജീവികളെ 5 ഖണ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. കോൾ ലിനേയസിനെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം. ആൻസർ ഹോർത്തൂസ് മലബാരിക്കസ്.
കോൾ ലിനേഴ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. സിക്സ് കിങ്ഡം പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ കോൾ വൗസ്. സിക്സ് കിങ്ഡം പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോൾ വൗസ്. കാസിയ ഫിസ്റ്റുല എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ കണിക്കൊന്ന. കാസിയ ഫിസ്റ്റുല കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ്. പശുവിന്റെ ശാസ്ത്രീയ നാമം? ആൻസർ ബോസ് ടോറസ്. പശുവിന്റെ ശാസ്ത്രീയ നാമം ബോസ് ടോറസ്. കാക്കയുടെ ശാസ്ത്രീയ നാമം? കോർവസ് സ്പ്ലെൻഡൻസ്. കടുവയുടെ ശാസ്ത്രീയ നാമം? ആൻസർ പാന്തീറ ടൈഗ്രസ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തീറ ടൈഗ്രസ്. കാനിസ് ലൂപ്പസ് എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ ചെന്നായ. കാനിസ് ലൂപ്പസ് എന്നത് ചെന്നായയുടെ ശാസ്ത്രീയ നാമമാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി? ആൻസർ ബാക്ടീരിയ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഏതു കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഫഞ്ചൈ. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഫഞ്ചൈ. പരപോഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം? ആൻസർ അനിമേലിയ. പരപോഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് അനിമേലിയ. അമീബ ഉൾപ്പെടുന്ന കിങ്ഡം? ആൻസർ പ്രോട്ടിസ്റ്റ. അമീബ ഉൾപ്പെടുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. ജീവനുള്ള കോശങ്ങൾ മാത്രം കാണുന്നത്? ആൻസർ വൈറസ്. ജീവനുള്ള കോശങ്ങൾ മാത്രം കാണുന്നത് വൈറസ്. ചരകസംഹിത രചിച്ചതാര്? ആൻസർ ചരകൻ. ചരകസംഹിത രചിച്ചത് ചരകൻ. താഴെ പറയുന്നവയിൽ തെങ്ങിന്റെ സീരീസ് കണ്ടെത്തുക. ആൻസർ കാലിസീനെ. തെങ്ങിന്റെ സീരീസ് ആണ് കാലിസീനെ. ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. സ്പീഷീസ് ആണ് വർഗീകരണത്തിലെ അടിസ്ഥാന തലം. സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നത് ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ജീനസുകൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറും രൂപപ്പെടുന്നു. ഓർഡറുകൾ ചേർന്നാണ് ക്ലാസ്. ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്നാണ് ഫൈലം രൂപപ്പെടുന്നത്. എല്ലാ ഫൈലങ്ങളും ചേർന്നാണ് ഏറ്റവും ഉയർന്ന തലമായ കിങ്ഡം രൂപപ്പെടുന്നത്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നത് ഫൈലം കോർഡേറ്റ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടെല്ലുള്ളവയാണ് ക്ലാസ് മമേലിയ. മമേലിയ ക്ലാസിന്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുമുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. കാർണിവോറ ഓർഡറിന്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് ഫാമിലി ഫെലിഡേ. ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു. ചെറിയ ശരീരം ഗർജിക്കാത്തവയാണ് ജീനസ് ഫെലിസ്. ഫെലിസ് ജീനസിന്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നതാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. ഫൈവ് വർഗീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ. ഇവ ഉൾപ്പെടുന്ന കിങ്ഡം മൊനീറ. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ. ഇവ ഉൾപ്പെടുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഫഞ്ചൈ. ഉദാഹരണം കുമിളുകൾ. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം പ്ലാന്റേ.
എക്സാമ്പിൾ സസ്യങ്ങൾ. പരപോഷികളും സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം അനിമേലിയ. ഉദാഹരണം ജന്തുക്കൾ. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തീറ ടൈഗ്രിസ്. ചെന്നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ലൂപ്പസ്. സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം പാന്തീറ ലിയോ. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ്. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ്. ചാപ്റ്റർ 13 വൈവിധ്യ നിലനിൽപ്പിന്. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത്. ആൻസർ ഉപഭോക്താക്കൾ. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളാണ് ഉപഭോക്താക്കൾ. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദം. ആൻസർ പോഷണതലം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. മരവും മരവാഴിയും തമ്മിലുള്ള ബന്ധം. ആൻസർ കമൻസലിസം. മരവും മരവാഴിയും തമ്മിലുള്ള ബന്ധം കമൻസലിസം. മാവും ഇത്തൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധം. ആൻസർ പരാദജീവനം. മാവും ഇത്തൽക്കണ്ണിയും തമ്മിലുള്ള ബന്ധം പരാദജീവനം. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലും പരസ്പരം ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. ആൻസർ ഇക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ജീവിബന്ധം ഏത്? ആൻസർ കമൻസലിസം. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ജീവിബന്ധമാണ് കമൻസലിസം. ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. ആൻസർ വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വാൾട്ടർ ജി റോസൻ. ഇൻസെക്ട് ബോംബ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന വസ്തു. ആൻസർ DDT. ഇൻസെക്ട് ബോംബ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന വസ്തുവാണ് DDT. DDTയുടെ ഉപയോഗത്തെക്കുറിച്ച് റേച്ചൽ കാഴ്സൺ എഴുതിയ പ്രശസ്തമായ പുസ്തകം. ആൻസർ സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. DDTയുടെ ഉപയോഗത്തെക്കുറിച്ച് റേച്ചൽ കാഴ്സൺ എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം. ആൻസർ 1972. അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം 1972. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ കാണപ്പെട്ടിരുന്ന ദ്വീപ്. ആൻസർ മൗറീഷ്യസ്. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ കാണപ്പെട്ടിരുന്ന ദ്വീപാണ് മൗറീഷ്യസ്. വംശനാശം സംഭവിച്ച സഞ്ചാരിപ്രാവുകൾ കാണപ്പെട്ടിരുന്ന പ്രദേശം. ആൻസർ അമേരിക്ക. വംശനാശം സംഭവിച്ച സഞ്ചാരിപ്രാവുകൾ കാണപ്പെട്ടിരുന്ന പ്രദേശം അമേരിക്ക. ക്വാഗകൾ കാണപ്പെട്ടിരുന്ന പ്രദേശം. ആൻസർ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗം. ക്വാഗകൾ കാണപ്പെട്ടിരുന്ന പ്രദേശം ആഫ്രിക്കയുടെ തെക്കൻ ഭാഗം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി. ആൻസർ ഇൻസിറ്റ് കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ് കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ. കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം. ആൻസർ 5. കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം 5. കേരളത്തിലെ നാഷണൽ പാർക്കുകളിൽ ഉൾപ്പെടാത്തത്. ആൻസർ പേപ്പാറ. കേരളത്തിലെ നാഷണൽ പാർക്കുകളിൽ ഉൾപ്പെടാത്തത് പേപ്പാറ. കേരളത്തിലെ നാഷണൽ പാർക്കുകളാണ് ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല.
പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ. താഴെ തന്നിട്ടുള്ളതിൽ കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ആൻസർ കടലുണ്ടി. കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യവാസ പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖല? ആൻസർ കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. താഴെ തന്നിട്ടുള്ളതിൽ ബയോസ്ഫിയർ റിസർവിന് ഉദാഹരണമേത്? ആൻസർ അഗസ്ത്യമല. ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം? ആൻസർ റെഡ് ഡേറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന? ആൻസർ IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. റെഡ് ഡേറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCNന്റെ ആസ്ഥാനം? ആൻസർ സ്വിറ്റ്സർലാൻഡ്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖല? ആൻസർ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ? ആൻസർ സുവോളജിക്കൽ ഗാർഡനുകൾ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ബൊട്ടാണിക്കൽ ഗാർഡൻ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം? ആൻസർ പാലോട്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം പാലോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഒളവണ്ണ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒളവണ്ണ, കോഴിക്കോടാണ്. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനം? ആൻസർ WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണം തടയൽ തുടങ്ങിയവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWFന്റെ ചിഹ്നം? ആൻസർ ഭീമൻ പാണ്ട. താഴെ തന്നിട്ടുള്ളതിൽ ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടാത്തത് ഉത്തരമഹാസമതലം. താഴെ തന്നിട്ടുള്ളതിൽ എക്സിറ്റ് കൺസർവേഷനുകളിൽ ഉൾപ്പെടാത്തത്? ആൻസർ കമ്മ്യൂണിറ്റി റിസർവുകൾ. എക്സിറ്റ് കൺസർവേഷനുകളിൽ ഉൾപ്പെടാത്തത് കമ്മ്യൂണിറ്റി റിസർവുകൾ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനും സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ?
ആൻസർ ജീൻ ബാങ്കുകൾ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനും സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ തിരുവനന്തപുരം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഭക്ഷ്യശൃംഖല ജാലത്തിലെ ജീവികളെ വിവിധ പോഷണതലങ്ങളിൽ ഉൾപ്പെടുത്തി നൽകിയ ചിത്രീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പോഷണതലത്തിൽ വരുന്നത് ഉൽപാദകർ, അതായത് ഹരിതസസ്യങ്ങൾ. രണ്ടാമത്തെ പോഷണതലത്തിൽ പ്രാഥമിക ഉപഭോക്താക്കൾ, അതായത് സസ്യാഹാരികൾ. മൂന്നാമത്തെ പോഷണതലത്തിൽ ദ്വിതീയ ഉപഭോക്താക്കൾ, അതായത് മാംസാഹാരികൾ. നാലാമത്തെ പോഷണതലത്തിൽ വരുന്നത് തൃതീയ ഉപഭോക്താക്കൾ, മാംസാഹാരികളെ ഭക്ഷിക്കുന്നവരാണ്. ചാപ്റ്റർ 14 തലമുറകളുടെ തുടർച്ചയ്ക്ക്. ബാക്ടീരിയയിൽ പ്രത്യുൽപാദനം നടക്കുന്ന രീതി. ആൻസർ ദ്വിവിഭജനം. ബാക്ടീരിയയിൽ പ്രത്യുൽപാദനം നടക്കുന്ന രീതി ദ്വിവിഭജനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം. ആൻസർ അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. ഹൈഡ്രയിൽ പ്രത്യുൽപാദനം നടക്കുന്ന രീതി. ആൻസർ മുകുളനം. ഹൈഡ്രയിൽ പ്രത്യുൽപാദനം നടക്കുന്ന രീതി മുകുളനം. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവം. ആൻസർ പൂക്കൾ. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവമാണ് പൂക്കൾ. വൃഷണങ്ങളിൽ നിന്ന് പുംബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്ന കുഴൽ. ആൻസർ ബീജവാഹി. വൃഷണങ്ങളിൽ നിന്ന് പുംബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്ന കുഴലാണ് ബീജവാഹി. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ആൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ. ആൻസർ ടെസ്റ്റോസ്റ്റെറോൺ. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായകമായ താപനില. (35 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ്). പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായകമായ താപനില 35 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ്. പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ താപനില നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം. ആൻസർ വൃഷണസഞ്ചി. പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ താപനില നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗമാണ് വൃഷണസഞ്ചി. ഗർഭാശയഭിത്തിയുടെ ഉൾപാളി അറിയപ്പെടുന്നത്. ആൻസർ എൻഡോമെട്രിയം. ഗർഭാശയഭിത്തിയുടെ ഉൾപാളി അറിയപ്പെടുന്നത് എൻഡോമെട്രിയം. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗം. ആൻസർ പ്ലാസന്റ. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസന്റ. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത്. ആൻസർ പ്ലാസന്റ. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസന്റ. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരം. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. ഭ്രൂണം വളർച്ച പ്രാപിക്കുന്ന ഭാഗം. ആൻസർ ഗർഭാശയം. ഭ്രൂണം വളർച്ച പ്രാപിക്കുന്ന ഭാഗമാണ് ഗർഭാശയം. ബീജസംയോജനത്തിന്റെ ഫലമായുണ്ടാകുന്ന കോശം. ആൻസർ സിക്താണ്ഡം. ബീജസംയോജനത്തിന്റെ ഫലമായുണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. ആൻസർ പൊക്കിൾക്കൊടി. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾക്കൊടി. മനുഷ്യരിലെ ശരാശരി ഗർഭകാലം.
ആൻസർ 270 മുതൽ 280 ദിവസം വരെ. മനുഷ്യരിലെ ശരാശരി ഗർഭകാലം 270 മുതൽ 280 ദിവസം വരെ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം കൗമാരകാലം. ആൻസർ 11 വയസ്സ് മുതൽ 19 വയസ്സുവരെ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം കൗമാരകാലം എന്നത് 11 മുതൽ 19 വയസ്സുവരെ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. ആൻസർ ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളുടെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന രോഗം. ആൻസർ അനീമിയ. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളുടെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ. ആൻസർ അനോറെക്സിയ. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ. പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വൃഷണങ്ങളിൽ നിന്ന് പുംബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്ന കുഴലാണ് ബീജവാഹി. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പ്രത്യേകതരം പേശികളും രക്ത അറകളും കൊണ്ട് നിർമ്മിതമാണ് ലിംഗം. ഇതിനുള്ളിലെ നാളത്തിലൂടെയാണ് മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നത്. പുംബീജങ്ങളെ യോനിയിൽ നിക്ഷേപിക്കുന്നു. വൃഷണം വൃഷണസഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നു. പുംബീജങ്ങളും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളാണ്. സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയം. അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നത് അണ്ഡവാഹി. ബീജസംയോഗം നടക്കുന്നത് അണ്ഡവാഹിയിൽ വെച്ചാണ്. ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗമാണ് ഗർഭാശയം. ഗർഭാശയ ഭിത്തിയുടെ ഉൾപ്പാളിയാണ് എൻഡോമെട്രിയം. ഇതിലാണ് ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്നത്. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് യോനി. പുംബീജങ്ങൾ ഇവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്റേഴ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സ് നോക്കാവുന്നതാണ്. താങ്ക്